സേതുനാഥ് പത്മകുമാർ ആസിഫ് അലി കൂട്ടുകെട്ടിലെ പുതിയ ചിത്രം ആഭ്യന്തര കുറ്റവാളി. സിനിമ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് എന്നാ പിടിച്ചോ ഒരു പുരുഷപക്ഷ സിനിമ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണെന്ന ഒരു ഫീലാണ് ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ സിനിമ സംസാരിക്കുന്ന വിഷയം പുരുഷപക്ഷമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ നിയമ സംവിധാനത്തിൽ ചില സാഹചര്യങ്ങൾ ഏത് വിധേനയാണ് ചില നിയമങ്ങളുടെ അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് പുരുഷന്മാരെ ബാധിക്കുന്നത്. അതായത് എല്ലാ കേസിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ സംഭവിക്കുന്നത്. എസ്പെഷ്യലി ഇൻ ഫാമിലി കോർട്ട് നമ്മൾ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തതിന് ശേഷം ഡിവോഴ്സിന് ആ പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് ഇടയിൽ തന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തെ, അവരുടെ ജോലിയെ, അവരുടെ സകല കാര്യങ്ങളെയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെന്നുപെടുമ്പോൾ ഏത് രീതിയിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എന്നുള്ള ആ സംഭവം അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള വളരെ കാമ്പുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് സിനിമ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് നമുക്കിങ്ങനെ നിർബന്ധപൂർവം നമ്മളെ എന്താ പറയാ, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മളെ നിർബന്ധപൂർവ്വം തീറ്റിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. ഇതാണ്, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ചില സാഹചര്യങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ അത് ഒരു സിനിമയുടെ ഫീൽഡിലോട്ട് വരുമ്പോൾ അത് സിനിമാറ്റിക് ആയിട്ട് കാണിക്കുന്ന സമയത്ത് നമുക്ക് ബിലീവബിൾ ആയി മാറണം. ബിലീവബിൾ ആയാലും നമുക്കതൊരു സിനിമ ആസ് എ ഹോൾ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ പല സാഹചര്യങ്ങളും എന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ സിനിമയുടെ ആ ഒരു ഫസ്റ്റ് സെഷൻ, ഫസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ തന്നെ കഥയും കഥാപാത്രങ്ങളും കഥാ പശ്ചാത്തലവും പരിചയപ്പെടുത്തുന്ന സമയത്ത് തന്നെ ഒരു പല ഏരിയയിൽ നമുക്ക് വളരെ ബോധമായിട്ടാണ് തോന്നിയത്. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ക്യാരക്ടേഴ്സ് എന്താ ചെയ്യുന്നത്. ഒരു യഥാർത്ഥ ആ സിനിമയുടെ കോൺഫ്ലിക്റ്റിലേക്ക് ലാൻഡ് ചെയ്യുന്ന ആ നായകൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊണ്ടു ചെന്ന് എത്തിച്ച ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം സൃഷ്ടിക്കുന്നത് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് നമ്മളെ മിസ്ലീഡിങ് ആയിട്ട് വേണമെങ്കിൽ ആദ്യം കുറെ സീൻസ് ഒക്കെ കാണിച്ചിട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇത്തരത്തിലുള്ള സിനിമയിൽ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തു വെക്കാൻ പല സീൻസിലും സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആസിഫ് അലി അദ്ദേഹത്തിന്റെ ആ ഒരു റോള് നന്നായിട്ട് ക്യാരി ചെയ്തിട്ടുണ്ട്, നന്നായി തകർത്ത് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ആ അഭിനയിക്കുന്ന മുഹൂർത്തങ്ങളിലെ ആ ഇമോഷന്റെ ഇന്റൻസിറ്റി, അതിന്റെ ആ ഒരു ബലം, ആ ക്യാരക്ടർ കടന്നു പോകുന്ന ആ സാഹചര്യം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഷൂട്ട് ചെയ്ത് അതിനു വേണ്ടിയുള്ള സീൻസ് ക്രിയേറ്റ് ചെയ്ത് അത് കോർത്തിണക്കുന്നതിൽ ഒരു 100% വിജയമാണോ ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ അവസാന ആ ഒരു ക്ലൈമാക്സിനോട് അടുപ്പിക്കുന്ന ആ സമയത്ത് ആസിഫ് അലിയുടെ ഒരു കോർട്ട് റൂമിലുള്ള ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ ആ ഒരു സീനും സീക്വൻസും വന്നിരിക്കുന്ന രീതി മികച്ചതായി തോന്നി. പക്ഷെ അതിലേക്ക് എത്തിക്കാൻ എന്തെല്ലാമാണോ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഒട്ടും എൻജോയബിൾ അല്ലാത്ത രീതിയിലാണ് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കത് സ്പൂൺ ഫീഡ് ചെയ്താൽ പോലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാമായിരുന്നു. അതായിരുന്നു ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളതിനെക്കാട്ടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ചില സീൻസ് ഒക്കെ എന്തിനാണ് ഇവർ ഇത്രയധികം ഈ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്, എന്തിനായിരിക്കാം ഇദ്ദേഹം ഇത്ര ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമോഷൻസ് കാണിക്കുന്നത്. എസ്പെഷ്യലി ചില കാസ്റ്റിംഗ് ഒക്കെ സ്യൂട്ടബിൾ അല്ലാത്ത പോലെ തോന്നി പല സാഹചര്യങ്ങളും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നായികയുടെ കാസ്റ്റിംഗ് തന്നെ കുറച്ചൊരു മിസ്കാസ്റ്റ് ആണോ എന്നൊരു സംശയമുണ്ട്. ചിലപ്പോൾ ഇനി അവരുടെ ആ ഒരു തുടക്കത്തിലെ ഇതായതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സിനിമ കണ്ട സമയത്ത് ആസിഫ് അലിയോട് കട്ടയ്ക്ക് അടിച്ചടിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഇല്ലായിരുന്നു. അങ്ങനെ കഥ അത്രത്തോളം വിവിടല്ലെങ്കിൽ കൂടി ആ ഒരു പെർഫോമൻസ് കൊണ്ട് മേ ബി ചിലപ്പോൾ നമുക്ക് ആ സാഹചര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവരാമായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതും നമുക്ക് കിട്ടാതെ വരുമ്പോഴുള്ള ഒരു ഡിസപ്പോയിൻമെന്റ് സിനിമയ്ക്ക് ഉണ്ട്.
അപ്പൊ ആകെ മൊത്തം ഞാൻ സിനിമ കണ്ട സമയത്ത് എൻജോയ് ചെയ്ത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസിഫ് അലിയുടെ ആ ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള ഒരു ആ കോർട്ട് റൂം സീനാണ്. ബാക്കിയെല്ലാം ഇങ്ങനെ അവര് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്തോ ഒരു റെലവന്റ് കണ്ടന്റ് സംസാരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സിനിമാറ്റിക് അനുഭവം എന്നുള്ള നിലയ്ക്ക് എനിക്ക് അത്ര അങ്ങോട്ട് വർക്കാവാത്തൊരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. പിന്നെ ഇതിലെ നമ്മുടെ ആനന്ദ് മന്മഥൻ അദ്ദേഹത്തിന്റെ ചില ഏരിയയിലുള്ള കൗണ്ടറുകൾ വർക്കായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭൂരിഭാഗം സമയത്തും വർക്ക് ആവുന്നില്ലായിരുന്നു. മേ ബി ആ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു സീനിൽ കുത്തി നടക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. എന്തായാലും എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഒരു 55 to 65% ആ ഒരു ലെവലിൽ എനിക്ക് എൻജോയബിൾ ആയിട്ട് അനുഭവപ്പെട്ടുള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ എത്ര ഒരു പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഈ സിനിമയുടെ ആ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ആ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായത് എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.